കുക്കറിൽ വെച്ചിട്ട് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നതിന് നോക്കാം. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് മൈദപ്പൊടിയും ഓൾ പർപ്പസ് ഫ്ലോറും സെയിം ആണോന്ന്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ മൈദപ്പൊടി എന്ന് പറയുള്ളൂ എന്ന് തോന്നുന്നു. ഞാനിവിടെ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. ഇവിടെ നമ്മൾ അമേരിക്കൻ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മൈദപ്പൊടി എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ല. ഇവിടെ മൈദപ്പൊടിനെ ഓൾ പർപ്പസ് ഫ്ലോർ എന്നാണ് പറയുന്നത്. രണ്ടും സെയിം തന്നെയാണ്. മൈദപ്പൊടിനെ വെച്ച് നോക്കുമ്പോൾ ഓൾ പർപ്പസ് ഫ്ലോറിൽ വൈറ്റമിൻ കുറച്ച് കൂടുതലുണ്ടായിരിക്കും. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇത് രണ്ട് വെച്ച് ഉണ്ടാക്കിയാലും സെയിം ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഓൾ പർപ്പസ് ഫ്ലോറോ അല്ലെങ്കിൽ മൈദപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര 1.25 കപ്പ് പഞ്ചസാര വേണം. പഞ്ചസാര എടുക്കുമ്പോൾ പഞ്ചസാര പൊടിച്ചിട്ടെടുക്കണം. ആ പൊടിച്ചിട്ട് പഞ്ചസാര ചേർക്കുമ്പോഴായിരിക്കും ഈ മിക്സിൻ്റെ കൂടെ ഈ പഞ്ചസാര പെട്ടെന്ന് മിക്സ് ആയി പോവുക. അല്ലെങ്കിൽ വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെ ഇങ്ങനെ ഈ ഇതിന് കേക്കിൻ്റെ മിക്സിൻ്റെ കൂടെ അത് മിക്സ് ആവില്ല ശരിക്കും. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര പൊടിച്ചെടുക്കുന്നത്. പിന്നെ വേണ്ടത് മുട്ടയാണ്. അതിന് വേണ്ടിയിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് വേണം. തൈര് ഞാനിവിടെ 3/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട തൈര് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ യൂട്യൂബിൽ മിയ കിച്ചൻ യോഗട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ തൈര് എന്ന് പറഞ്ഞ് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കിട്ടും. പിന്നെ വേണ്ടത് കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡർ 3/4 കപ്പ് വേണം. ഞാനിവിടെ മധുരമില്ലാത്ത കൊക്കോ പൗഡറാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇളം ചൂടുള്ള വെള്ളം വേണം. സാധാരണ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളമൊന്നും ചേർക്കാറില്ല. പക്ഷേ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ 3/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം വേണം. നല്ല ചൂടോടുകൂടി ചേർക്കരുത്, ഇളം ചൂട് മതി. പിന്നെ വേണ്ടത് ഓയിലാണ്. ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ചേർക്കണ്ട. അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. അത് ഞാനിവിടെ 1/2 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡറും വേണം, ബേക്കിംഗ് സോഡയും വേണം. ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂൺ വേണം, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ വേണം. പിന്നെ വേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസ് 1 ടീസ്പൂൺ വേണം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതേന് കേക്കാക്കാന്ന്. കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ട്രേയും വേണം. ഞാനിവിടെ 2 ടൈപ്പിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് കാണിക്കാം. കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്നതും കാണിക്കുക, പിന്നെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നതും കാണിക്കുക. കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ നല്ല കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തേക്കുന്നത്. ഇതെനിക്ക് പണ്ടൊരു കുക്കർ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയൊരു പാത്രമാണിത്. അത് നിങ്ങൾ എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള ഏത് പാത്രമായിരുന്നാലും കുഴപ്പമില്ല. സ്റ്റീലിൻ്റെ നല്ല കട്ടിയുള്ള പാത്രമായിരുന്നാലും കുഴപ്പമില്ല. ഈ പാത്രം ഒരു 6.25 ഇഞ്ച് ഉണ്ട് ഈ പാത്രത്തിൻ്റെ വലിപ്പം. പിന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന ട്രേ ഇത് 9 ഇഞ്ചിൻ്റെയാണ്. അത് നിങ്ങളുടെ കയ്യിൽ എത്ര വലിപ്പമുള്ളതാണെങ്കിൽ ആ ടൈപ്പുള്ളത് എടുക്കുക. അപ്പോൾ പല വലിപ്പത്തിലുള്ള ട്രേ എടുക്കുമ്പോൾ ആ സമയത്തിൽ ചെറിയൊരു വ്യത്യാസം വരും. ഈ കേക്കിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഈ കേക്കിൻ്റെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു വിസ്ക് മതി. ഇതിലേക്ക് 2 മുട്ട ചേർക്കുക. 1.25 കപ്പ് പൊടിച്ചെടുത്തേക്കുന്ന പഞ്ചസാര ചേർക്കാം. ഈ പഞ്ചസാരയും മുട്ടയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർക്കുക. കൊക്കോ പൗഡറിൽ തരി ഉണ്ടെങ്കിൽ അരിപ്പയിൽ ഇട്ടിട്ടൊന്ന് അരിച്ചിട്ട് എടുക്കുക. വേണ്ടിയിട്ട് ഇതൊരു അരിപ്പയിലേക്ക് ഇടുക. ഞാനിവിടെ 3/4 കപ്പ് കൊക്കോ പൗഡറാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ കൊക്കോ പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. മധുരം ഉള്ളതും കിട്ടും, മധുരം ഇല്ലാത്തതും കിട്ടും. ഞാനിവിടെ മധുരം ഇല്ലാത്തതാണ് എടുത്തേക്കുന്നത്. ഇപ്പം 3/4 കപ്പ് കൊക്കോ പൗഡർ ഞാനിവിടെ അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർക്കാം. മൈദപ്പൊടിയിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തേക്കുന്നത്. ഇത് രണ്ടും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇതും അരിപ്പയിലിട്ടിട്ടൊന്ന് അരിച്ചിട്ട് ചേർക്കുക. ഇപ്പം മൈദപ്പൊടിയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടിയിട്ട്
ഇതിലേക്ക് അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. മിക്സിയിലിട്ടിട്ട് നേരത്തെ നമ്മൾ അടിച്ച് വെച്ചേക്കണ 3/4 കപ്പ് തൈര് ചേർക്കാം. ഇതിലേക്ക് 3/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം ചേർക്കരുത്, ഇളം ചൂടുള്ള വെള്ളം വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസുകൾ നിങ്ങൾ ചിലപ്പോൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ കൊക്കോ പൗഡറും മൈദപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ അരിപ്പയിൽ അരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കേക്കിൻ്റെ മിക്സ് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറുതായിട്ട് തരി പോലെയൊക്കെ കിടക്കും. അപ്പോൾ കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ എടുക്കുക. ഞാനിവിടെ ഏറ്റവും ആദ്യം കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്ന ട്രേയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് പാത്രത്തിൻ്റെ എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക. അതിൻ്റെ സൈഡിലും ഒന്ന് തേക്കണം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ പാത്രത്തിൻ്റെ വലിപ്പത്തിൽ കട്ട് ചെയ്തേക്കണ ബട്ടർ പേപ്പർ വയ്ക്കുക. ഇതിലേക്ക് ബാറ്റർ ഒഴിക്കുക. ബാറ്റർ ഒഴിക്കുമ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കരുത്, ഒരു 3/4 പാത്രത്തിൻ്റെ അടുത്ത് ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഒരു 3/4 പാത്രത്തിൻ്റെ അടുത്താണ് ഒഴിച്ചേക്കുന്നത്. കൂടുതൽ ഒഴിക്കരുത്, കേക്ക് പൊന്തിയിട്ട് പുറത്തേക്ക് പോകും. ഇത് നീക്കി വയ്ക്കുക. ഇനി ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുന്ന ട്രേ എടുക്കുക. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ട്രേയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ബട്ടർ പേപ്പർ വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിക്കുക. ഇത് കേക്ക് ലെവലാവാനും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എയറൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുക. ഞാനിവിടെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യണ കേക്ക് 375 ഫാരനൈറ്റിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 22 മിനിറ്റ്സ് തുടങ്ങിയിട്ട് ഒരു 24 മിനിറ്റ്സ് വരെ മതിയാവും. അതൊരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ തുടങ്ങിയിട്ട് നിങ്ങൾ കേക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. ഈ കുക്കറിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്, ഞാനിവിടെ കുക്കറിൻ്റെ ഉള്ളിൽ ഉപ്പിട്ടിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ പൊടിയുപ്പാണ് ഇടുന്നത്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കല്ലുപ്പല്ല ഇടുന്നത്. നമുക്ക് ഏറ്റവും ആദ്യം കുക്കറിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ കുക്കറിൽ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 45 മിനിറ്റ്സ് എടുക്കും. അത് കേക്ക് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും കേക്കിൻ്റെ നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങും. ഒരു നല്ല സ്മെല്ല് വന്നു തുടങ്ങുമ്പോൾ നിങ്ങൾ ആ കുക്കറും തുറന്ന് നോക്കിയിട്ട് ആ കേക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അപ്പോൾ റെഡി ആയിട്ടില്ലെങ്കിൽ കുക്കർ അങ്ങനെ തന്നെ അപ്പം തന്നെ അടച്ച് വെക്കുക. അത് 1-2 പ്രാവശ്യം ഇടയ്ക്ക് കുക്കർ തുറന്ന് നോക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ വെക്കണ ഫ്ലെയിമിൽ ചെറിയ ചെറിയ വ്യത്യാസമാക്കി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കേക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം കൂടുതലെടുക്കും. അപ്പോൾ കേക്കിൻ്റെ നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം കുക്കർ തുറന്നിട്ടൊന്ന് കേക്ക് ചെക്ക് ചെയ്ത് നോക്കണം. കുക്കറിൽ വെക്കണ കേക്ക്, ഈ കുക്കറിൻ്റെ ഉള്ളിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ കുക്കറിലേക്ക് ഉപ്പിടുക. ഉപ്പ് കുക്കർ നികത്തിയിടണം. ഞാനിവിടെ ഇതേപോലത്തെ പൊടിയുപ്പാണ് എടുക്കുന്നത്. ഉപ്പ് കുക്കറിൻ്റെ അടിയിൽ എല്ലായിടത്തും ഇതേപോലെ ഒരേപോലെ ആവണം. ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് കേക്കിൻ്റെ ട്രേ വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ബേസ് വയ്ക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഇതേപോലത്തെ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടി എന്തെങ്കിലും വെച്ചാൽ മതി. ഈ കുക്കർ മൂടി വയ്ക്കുക. കുക്കർ മൂടി വയ്ക്കുമ്പോൾ കുക്കറിൻ്റെ വിസിൽ മാറ്റി വെക്കണം. ഇനി ഉപ്പ് ഇതിനകത്ത് കിടന്നിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ട് ചൂടാവണം. അത് കഴിഞ്ഞിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഉപ്പ് ഇട്ടിട്ട് ഈ കുക്കർ മൂടി വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് വലിയ ബർണറൊക്കെ ആണെങ്കിൽ ഒരു 4 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് വയ്ക്കുമ്പോൾ കറക്റ്റ് ലെവലിൽ വെക്കണം, അല്ലെങ്കിൽ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല. ഈ കുക്കർ മൂടി വയ്ക്കുക. കുക്കർ മൂടി വയ്ക്കുമ്പോൾ വിസിലിടരുത്.
അപ്പം മൂടിയിട്ട് കുക്കർ അടച്ച് വെക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിടാം. വലിയ ബർണറൊക്കെ ആണെങ്കിൽ മീഡിയത്തിൽ നിന്ന് പതുക്കെ ഒന്ന് കുറച്ച് വെക്കാം. ഇപ്പോൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തേക്കണ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് ഞാനിവിടെ 22 മിനിറ്റ്സാണ് വെച്ചത്. ഇപ്പോൾ കുക്കറിൽ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഞാനൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി നോക്കാം. ഇത് ശരിക്കും ക്ലിയർ ആയിട്ട് വന്നിട്ടില്ല. ഇതൊന്നും കൂടി ഒരു 10 മിനിറ്റ് കൂടി ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ കുക്കറിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്ത കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് ഞാനിവിടെ ഒരു 38 മിനിറ്റാണ് എടുത്തത് കേക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളൊരു 30 മിനിറ്റ് കഴിയുമ്പോൾ തുടങ്ങി ചെക്ക് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കേക്ക് കരിഞ്ഞു പോകും. ഈ കേക്ക് പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ കേക്ക് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തേണ കേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രെയിൻ എടുത്ത് മാറ്റാം. സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് വിരിച്ചു കൊടുക്കാം. അപ്പോൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തേണ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ബട്ടർ പേപ്പർ മാറ്റാം. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന കേക്കാണിത്. അതിൽ വെച്ച് ഉണ്ടാക്കിയ കേക്കും ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. കേക്കിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് മെൽറ്റാക്കി എടുക്കുമ്പോൾ എപ്പോഴും ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടാക്കിയിട്ട് ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ഈ ചോക്ലേറ്റിൻ്റെ പാത്രം വെച്ചിട്ട് മെൽറ്റാക്കി എടുക്കണം. ചോക്ലേറ്റ് ഡയറക്റ്റായിട്ട് ചൂടാക്കരുത്, അപ്പോൾ ചോക്ലേറ്റ് കരിഞ്ഞു പോകും. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്പ് ഇടാം. അപ്പോൾ കുക്കറിൽ വെച്ചുണ്ടാക്കിയ കേക്കും ഓവനിൽ വെച്ചുണ്ടാക്കിയ കേക്കും റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് ഗാർണിഷ് ചെയ്തെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. ആ ചോക്ലേറ്റ് നിങ്ങൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ചില ചോക്ലേറ്റ് ചിലപ്പോൾ മെൽറ്റായിട്ട് വെള്ളം പോലെ ആവില്ല. അപ്പോൾ അതിലേക്ക് ഒരു ഇത്തിരി ബട്ടറും കൂടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ചില ചോക്ലേറ്റ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും നല്ല തിക്കായിട്ടിരിക്കും. ഈ കേക്ക് കട്ട് ചെയ്തെടുക്കുക. കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കേക്ക് നല്ല സോഫ്റ്റായിട്ടായിരിക്കും. ഈ കുക്കറിൽ വെച്ചുണ്ടാക്കിയാണ് കേക്ക് കട്ട് ചെയ്യുക. ഇപ്പോൾ കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തേക്കണ കേക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കേക്കും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഈ കുക്കറിൽ വെച്ചിട്ട് കേക്ക് നിങ്ങൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. വലിയ ബർണറൊക്കെ ആണെങ്കിൽ മീഡിയത്തിൽ നിന്ന് പതുക്കെ ഒന്ന് കുറച്ച് വെക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കേക്ക് കരിഞ്ഞു പോകും. കുക്കറിൽ വെച്ചുണ്ടാക്കിയേക്കണ കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം കുക്കറിൽ ഒഴിച്ചുണ്ടാക്കുന്ന പാത്രത്തിലേക്കാണ് ബാറ്റർ ഒഴിച്ചത്. ആ ബാറ്റർ ഒരു 3/4 പാത്രത്തിൻ്റെ അടുത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേക്ക് ഇതേപോലെ നന്നായിട്ട് പൊന്തി വന്നത്. പിന്നെ ബാക്കി ഈ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തിലേക്ക് ഒഴിച്ചപ്പോൾ അത്രയ്ക്കും ബാറ്റർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കേക്ക് അത്രയ്ക്കും അങ്ങോട്ട് പൊന്തി വന്നില്ല. പക്ഷെ കാണാൻ ഭംഗി ഈ കേക്കാണ്. നന്നായിട്ട് പൊന്തി വന്നാലും നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഓവനിൽ വെച്ച് ഉണ്ടാക്കിയേക്കണ കേക്കും 2 കേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണത്. ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇവിടെ എൻ്റെ പെറ്റുണ്ട്. ഇവിടെ എപ്പോഴും വരും എന്നെ അന്വേഷിച്ചിട്ട് വാതിൻ്റെ അടുത്തേക്ക്. വാ അങ്ങോട്ടേക്ക്, ബാ 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 ബാ. അങ്ങനെയാണ് വർത്താനം പറയാം.